One little monkey jumping on the bed. One fell off and bumped his head. ഇന്ന് പഠിപ്പിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ? നാളെ സൺഡേ ആണെന്ന് കരുതി കളിച്ചിരിക്കരുത്. ആ, ഇന്ന് പഠിപ്പിച്ച സോങ് മൺഡേ സെയിം എല്ലാവർക്കും പാടിത്തരും. എന്താ സെയിം പാടില്ലേ? ഇങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അടുത്തുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? നല്ല രസമുണ്ടായിരുന്നു ലാമി. അതെ അതെ. ലുവായ്, നീയാണ് ഇവനെ ചീത്തയാക്കുന്നത്. പപ്പയും അമ്മയും വീട്ടിലില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് അനുസരിക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാൻ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാനില്ല, എനിക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യണം ലാമി. ഓ, ഇവന് ഞാൻ ഇന്ന് നിക്കണം അവിടെ. അവനെ വിട്ടേക്ക് ലാമി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ടിവി ഓഫ് ചെയ്യും. ഇന്ന് നമുക്ക് ബനാന കേക്കും ജ്യൂസും ഉണ്ടാക്കാം. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ലാമി കുക്ക് ചെയ്തു. ജ്യൂസ് ആണെങ്കിൽ എനിക്കും വേണം. ബനാന, 2 മുട്ട, ഫ്ലോർ, മിൽക്ക്, ഓയിൽ, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര, ബട്ടർ ഇവയെല്ലാം നന്നായി ഇളക്കുക. വേൾഡ് ഫേമസ് ഷെഫ് ലാമിയുടെ ബനാന കേക്ക് ആൻഡ് ജ്യൂസ് റെഡി. ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അയ്യോ, എന്ത് പറ്റി? നമുക്കിത് സെയിമിന് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്ക് അയ്യോ, കരയണ്ട. ഈ ജ്യൂസ് മുഴുവൻ നീ കുടിച്ചോ. അയ്യോ, എന്ത് പറ്റി? എന്താ ഇത്? മനുഷ്യര് കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടാക്കാൻ നീ എന്നാ പഠിക്കലാമി? ഓ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അയ്യോ ലാമി പോവല്ലേ, അയ്യോ ലാമി പോവല്ലേ. വേണ്ട വേണ്ട, ഇനി ലാമിന്ന് വിളിച്ച് പുറകെ വരണ്ട. പച്ച വെള്ളം തരില്ല ഞാൻ. ലാമി പെണങ്ങല്ലേ, ജെയിം വെറുതെ പറഞ്ഞതാ. അതെ അതെ, കേക്ക് മമ്മി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ഇത്? മനുഷ്യര് കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടാക്കാൻ നീ എന്നാ പഠിക്കലാമി? രണ്ടുപേരും കാണാതെ ഇവിടെ ഒളിച്ചിരിക്കാം. പേടിക്കട്ടെ രണ്ടാളും. അയ്യോ, ലാമിയെ കാണുന്നില്ലല്ലോ. അയ്യോ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നു അല്ലേ? വേണ്ട, അവളെ അങ്ങനെ കളിയാക്കണ്ട. വാ ലാമി, നമുക്ക് എന്തെങ്കിലും കളിക്കാം. കളിക്കാനാണെങ്കിൽ ഞാൻ റെഡി. അതാണ് മുത്തശ്ശൻ പറഞ്ഞ ഡഗ്ലസിന്റെ വീട്. അയാളൊരു കിറുക്കൻ ശാസ്ത്രജ്ഞനാ. ഒരു സഹായിയുണ്ട്, ഫ്രെഡി. എന്തൊക്കെയോ കുഴപ്പമൊപ്പിച്ച് കാട്ടിലേക്ക് രക്ഷപ്പെട്ടതാ. നമുക്ക് അവിടുന്ന് പോയി നോക്കിയാലോ? അതെ, പാവങ്ങൾ കാട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ 3 പേരില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? അതെ, ഞങ്ങള് പോവാ. നിക്ക്, എന്ന് ഞാനും വരാം. ഈ പരീക്ഷണം വിജയിക്കുന്നതോടെ ഡഗ്ലസിനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഇതെങ്കിലും വിജയിക്കുമോ ബോസ്? വിഡ്ഢി, ഇന്ന് സന്ധ്യയാവുന്നതിന് മുമ്പ് വായു കടക്കാത്ത ബീക്കറിലെ മിശ്രിതം പ്രവർത്തിച്ചു തുടങ്ങും. ഓ, ഈ ബോസ് ഒരു ജീനിയസ് തന്നെ. അത് കുടിച്ചു കഴിഞ്ഞാൽ ഡഗ്ലസിന്റെ ശക്തി 1000 മടങ്ങാകും. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അപമാനിച്ചു വിട്ട ബനാന ഐലൻഡ് പിന്നെ എന്റെ വരുതിയിലാകും. നശിപ്പിക്കും ഞാൻ, എല്ലാം തവിടുപൊടിയാക്കും. അയ്യോ ദുഷ്ടന്മാരെ, ലാമി പേടിയാവും. നമുക്ക് വേഗം വീട്ടിലേക്ക് പോയി മുത്തച്ഛനോട് വിവരം പറയാം. അതേ, വീട്ടിൽ ആരും ഇല്ലല്ലോ. അവരിന്ന് നാളെ എത്തുക. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് വേഗം ഹാപ്പി കിഡിനെ വിളിക്കാം. അത് നല്ല ഐഡിയ.
ഇവിടെ പിങ്കു. ഞാൻ പോവില്ല. കഴിഞ്ഞ ആഴ്ച പോയ ക്ഷീണം തന്നെ എനിക്ക് മാറിയിട്ടില്ല. പിങ്കു, നീ ഹാപ്പി കിഡിനെ എടുത്തുകൊണ്ടുവരൊന്നും വേണ്ട. വിവരം പറഞ്ഞാ മാത്രം മതി. വേണ്ട വേണ്ട, വഴക്ക് കൂടണ്ട. പിങ്കു, ഇത്തവണ കൂടി നീ ഒന്ന് പോയി വാ. നല്ല പിങ്കു അല്ലേ? ഇത് കഴിഞ്ഞ് ഞാൻ ഇനി പോവില്ല. ഹായ് ഹാപ്പി കിഡ്. താഴെ വലിയ പ്രശ്നങ്ങൾ നടക്കുക. ഡഗ്ലസ് എന്ന ഭീകരൻ എന്തോ കണ്ടുപിടുത്തം നടത്തി ബനാന ഐലൻഡ് തകർക്കാൻ നോക്കുക. അയ്യോ, ഹാപ്പി കിഡിന് മാത്രമേ ഞങ്ങളെ ഇനി രക്ഷിക്കാൻ കഴിയൂ. ഞാൻ പുറപ്പെട്ടു. അല്ല, പിങ്കു വരുന്നില്ലേ? ഏയ്, കുഴപ്പം പിടിച്ച ആ നാട്ടിലേക്ക് ഞാനില്ല. ഞാനിങ്ങനെ ഇവിടെ കഴിഞ്ഞോളാം. കൊറേ നേരമായല്ലോ പിങ്കു പോയിട്ട്. ഇനിയിപ്പോ ഹാപ്പി കിഡ് വരാതെ ഇരിക്കുവോ? നീ ഒന്ന് മിണ്ടാതിരിക്കും, അവര് ശ്രദ്ധിക്കും. റെഡി, സമയമായി. പവർ ഓഫ് എടുത്തോണ്ട് വാ. ഓക്കെ ബോസ്. ഒരു സൂത്രപ്പിക്കാം. ഇതെന്താണ് ഇങ്ങനെ? എന്തോ പ്രശ്നമുണ്ട്. അതെങ്ങനെയെങ്കിലും കൈക്കലാക്ക്. എന്റെ 20 കൊല്ലത്തെ പ്രയത്നം തരിപ്പണമാക്കിയല്ലോ വിട്ടി. ഞാനല്ല ബോസ്, വേറെ ഏതോ ശക്തി പെട്ടെന്ന് വന്നതാ. ഞാനല്ലാതെ വേറെ ശക്തിയോ? അതേതാ അങ്ങനെയൊരു ശക്തി? ആ പയ്യൻ, അവനാണ് ബോസ്. ഇവനാണോ ഇത്ര വലിയ ശക്തി? റെഡി, ഫയർ വീൽ എടുക്ക. ഇതാ ബോസ്. റെഡി, തോക്കെടുക്ക. യെസ് ബോസ്. കരിച്ചു കളഞ്ഞല്ലോടാ വിഡ്ഢി. സോറി ബോസ്. അത്രയ്ക്കായോ? അങ്ങനെ നീ രക്ഷപ്പെടില്ല. അത് തടുത്തോ? എനിക്ക് വയ്യ. വിടില്ല ഞാൻ. അയ്യോ അയ്യോ അയ്യോ, ഫ്രെഡി നെക്സ്റ്റ്. ഇനിയൊന്നും ബാക്കിയില്ല ബോസ്. ബാക്കിയുണ്ടല്ലോ. ദാ പിടിച്ചോ. അയ്യോ ബോസ്. അയ്യോ. ഹാപ്പി കിഡ് ഒരു സൂപ്പർ കിഡ് തന്നെ. ഇതിനു പകരം ഹാപ്പി കിഡിന് ഞാൻ ഒരു ഉഗ്രൻ ബനാന കേക്ക് ഉണ്ടാക്കി കൊടുക്കും.